രീതിയിൽ ഒന്നുമല്ല നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു രീതിയിൽ ഫൈനലി കിങ് ഈസ് ബാക്ക്. ആരായിരിക്കും നമ്മുടെ കിങ്? വി കെ ബൈജു. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഞാൻ ഈ പറയുന്ന വി കെ ബൈജുവിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. വി കെ ബൈജു, ശശികല ടീച്ചർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. എന്താ പറയുക, ഒരമ്മ പെറ്റ മക്കൾ എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിൽ എങ്ങനെയൊക്കെ വർഗീയത പരത്താം എന്ന് ചിന്തിക്കുന്ന മാത്രം, അതിനുവേണ്ടി പ്രത്യേക ഒരു ചാനൽ തന്നെ ഇരുത്തി അങ്ങ് കണ മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികൾ. ഓക്കെ, അപ്പോൾ വി കെ ബൈജുവും നമ്മുടെ ശശികല ടീച്ചറും നമ്മുടെ അൻസാരിക്കയും സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരുവാണ്. മക്കളെ, ഇത് ബംഗാളല്ല, ഇത് കേരളമാണ്. ഇത് ഗുജറാത്തല്ല, ഇത് കേരളമാണ്. മനസ്സിലായോ? നോർത്ത് ഇന്ത്യൻ അല്ല, അതും കൂടെ ഒന്ന് ചിന്തിക്കണം. അവിടെ ആൾക്കാരുടെ തല കുറച്ച് കുറവായിരിക്കും, പക്ഷെ ഇവിടുത്തെ മലയാളികൾക്ക് അതുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ടും ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വക ടീംസിനെയൊക്കെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ചെയ്താൽ മതി. ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എങ്ങനെയുണ്ട് ഈ വി കെ ബൈജുവിനെ കുറിച്ചും ഈ ശശികല ടീച്ചറിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചൊന്ന് പറ. ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കണം. നമുക്ക് സബ് കിട്ടുന്നില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിൻ്റെ ഓഡിയൻസ് നമുക്ക് വേണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ അങ്ങ് സബ് ചെയ്തോ. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തോ. അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് സബ് ചെയ്തോ. ലൈക്ക് കൊടുക്കുമ്പോൾ ഹൈപ്പും കൂടെ കൊടുക്കാം. അപ്പോൾ ഹൈപ്പും കൂടെ കൊടുത്തേക്കാം. ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടല്ലോ, RSSൻ്റെ വിഷസർപ്പങ്ങൾക്ക് മുന്നിൽ വെച്ച് വിളക്ക് കൊളുത്തുന്നത് ഇടത് സർക്കാർ, VD സതീശൻ. ഓക്കെ, അതിൻ്റെ ഒരു ഹെഡിങ് മേഡം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഷ കഷ്ടം. ഓക്കെ, അല്ല, കുറ്റം പറയാൻ പറ്റുമോ? 5 കൊല്ലത്തേക്ക് നവാടക്കാം, എല്ലാം ജിഹാദികൾക്കും പണയം വെച്ചിരിക്കുകയല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ശശികല മേഡം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. എൻ്റെ പൊന്നു മേഡം, ഞാനിത് ചോദിച്ചോട്ടെ, എന്ത് യോഗ്യതയുണ്ട് ഈ പറയുന്ന കേരള മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് പറയാനാ? പണ്ട് എനിക്ക് തോന്നുന്നു 2015 ഈ പറയുന്ന ചേച്ചി നമ്മുടെ ശശികല ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ പണങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ പാർട്ടിക്കാർ കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ തെളിവ് സഹിതം ഈ പറയുന്ന VD സതീശൻ നിരത്തിയതാണ്. അന്ന് ചേച്ചിയുടെ വായിൽ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നു. ചേച്ചിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടോ ആകോ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന വി കെ ബൈജു, എന്താ മാനേൻ. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പറമ്പിക്കൂടെ ഓടി. എൻ്റെ വീട്ടിൽ ഇന്ന സ്ഥലമാണ്, അഡ്രസ്സ് വരെ വലിയ മാസമായിട്ട് പറയും. അവിടെ ചെന്നപ്പം പറമ്പിക്കൂടെ ഓടി. അവൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ ഇവിടെ വരാറില്ല, വീട്ടുകാരെ നോക്കാറില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറേ സംസാരങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് അണ്ണൻ്റെ കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അണ്ണൻ അണ്ണി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഫുട്ബോളൊക്കെ ഈ പറയുന്ന മുസ്ലിംസിൻ്റെ, എൻ്റെ പൊന്നോ, എന്തിനാടേ നിങ്ങളൊക്കെ ഇങ്ങനെ? അവരും മനുഷ്യരാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ. അതാണ് വേണ്ടത്. കൊറോണ വന്ന സമയത്ത്, 2018 പ്രളയം വന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരും ജാതി മതം ഒന്നും നോക്കാതെ ആ ക്വാറന്റൈനും പോട്ടെ, ഞാൻ കോവിഡ് വിട്ട് കളിക്കുന്നില്ലല്ലോ ഈശ്വര. കുറേ ആൾക്കാർ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നല്ലോ താമസമൊക്കെ ചെയ്ത്, എല്ലാം ഒത്തൊരുമയായിട്ട്, പള്ളികളിൽ വരെ താമസിച്ച ആൾക്കാരുണ്ട്. എല്ലാം കൂടെ ഒത്തൊരുമയായിട്ട് നിന്ന് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു ഒരു മാസം. അത് കഴിഞ്ഞ് വീണ്ടും വീടിനകത്തോട്ട് കയറിപ്പോൾ വീണ്ടും ജാതി മതം അത് ഇത് മറ്റേത് മറിച്ചതും പറഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള കുറേ വിഷപ്പാമ്പുകളും കൂടെ ഉണ്ടെങ്കിൽ നാട് മുടിഞ്ഞ് പണ്ടാറണങ്ങി പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വി കെ ബൈജോണ്ണൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അൻസാരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ട് പോകാം. പിന്നെ സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്തോ. ഈ ഒരു വിഷയമാണ്, പരമാവധി ഷെയർ ചെയ്തോണം, പരമാവധി. ഒന്നുമല്ല, നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ജിഹാദി കാക്കായി ഉണ്ടല്ലോ, എന്താ സ്വകാര്യോ എന്താ തേങ്ങയായിട്ട് സുഹൃയോ ഇതൊക്കെ ആയിട്ട് താടിയൊക്കെ വെച്ചിട്ട് പള്ളി മൊല്ലാക്കിയിട്ട് നടക്കുന്ന ഒരു രേഷ്മോൻ, അങ്ങനെ ഒരു പിങ്കുമോൻ, അങ്ങനെ പറയേണ്ടത്. അവര് ഹിന്ദു സ്ത്രീകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ആ മുക്കാലങ്ങോട്ട് പൊങ്ങിയിട്ട് അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയോടും. ഹിന്ദു സ്ത്രീകളെ കാണുമ്പോൾ അവന്റെ മുക്കാലും ഒക്കെ അങ്ങ് പൊങ്ങുമെന്നോ? നീ അവന്റെ മുക്കാലും നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നോ? ആദ്യം നേരെ എന്ന പോലെ ശ്വാസം വിടാൻ നോക്കുക. നേരെ നീ നിന്റെ ശ്വാസം വിടാൻ നോക്ക്. ആണുങ്ങളെപ്പോലെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കണം, അല്ലാതെ ആണും പെണ്ണും കെട്ടവരെ പോലെ ആവരുത്. അവർക്കും അന്തസ്സുണ്ട്. പറയുന്നത് മനസ്സിലായോ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടും, എലിവാണം വിടുന്ന പോലെ ഓടുന്ന ഒരു ടീമാണ് ഈ പറയുന്ന വി കെ ബൈജു. വി കെ ബൈജുവിനെ പോലുള്ള സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. നോക്കുമ്പോൾ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. വേണം, കുറച്ചൊക്കെ വേണം. ഇതിച്ചിരി ഓവറാണ്. ഇത് ഭയങ്കര ഓവറായി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സംസാരവും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം പറയാം, നിൻ്റെ ചാനലിന് റീച്ചും കാര്യങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ നിനക്ക് ചിലപ്പോൾ റീച്ച് കിട്ടുമായിരിക്കും.
ഉള്ളവരും പറയാമല്ലോ, കാരണം നിന്നെ തേടിപ്പോവും. വി കെ ബൈജുവിൻ്റെ ചാനൽ ഉൾപ്പെടെ ഞാനത് എന്തുവാ കഫേയോ ന്യൂസ് കഫേ എന്നും പറഞ്ഞൊരു ചാനലാണ്, അതിനകത്തൊരു പോർഷൻ മാത്രമാണിത്. എന്തുണ്ടെങ്കിലും ആണുങ്ങളെപ്പോലെ നേരിട്ട് സംസാരിക്കാൻ പഠിക്കണം മിസ്റ്റർ. നിങ്ങളെപ്പോലെ ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ആ രീതിയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ശശികല ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞില്ല, അർജുൻ്റെ കേസായിട്ട് ഇവരും പങ്കാളിയായിരുന്നു ആ ഒരു കാര്യത്തിൽ. വന്നിട്ടിരുന്ന് കുരയ്ക്കുന്നു. അവന്റെ പെങ്ങളോടും അവന്റെ മകളോടും വരെ കാണിക്കുന്ന വൃത്തികേടുകൾ അവനിങ്ങനെ ഓർമ്മ വരും ഹിന്ദു സ്ത്രീകളെ കാണും. അവൻ്റെ അമ്മയോടും പെങ്ങളോടും മക്കളോടും ഒക്കെ കാണിക്കുന്നതൊക്കെ അവൻ ഓർമ്മ വരുമോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യഥാർത്ഥ വർഗീയതവാദി ഇവൻ തന്നെ, കൺഫേം. അത്തരത്തിൽ ഹിന്ദു സ്ത്രീകളെ കാണുമ്പോൾ വായിൽ തോന്നിയത് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അവന് മറുപടി കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ആലപ്പുഴയിലെ ആ ഒരു ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഈ സേറിയുടെ വീഡിയോ ക്ലിപ്പ് ആയിരുന്നു ഒന്ന്. മറ്റൊന്നുമല്ല, മദ്രസ അധ്യാപകന്മാർക്ക് ഞാനടക്കമുള്ളവരെ കാണുന്ന നിങ്ങളിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അവനൊക്കെ പല ആനുകൂല്യങ്ങളും എന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജിഹാദി സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലൂടെ വളർന്നു വന്ന KT ജലീൽ തന്നെ നിയമസഭയിൽ പ്രസംഗിച്ച അതല്ലെങ്കിൽ സംസാരിച്ച തെളിവുകളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മുമ്പെന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് ഇന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ലിംഗ ആസാമി അല്ലെങ്കിൽ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഈ സുവേറി കണ്ടത്. ആലപ്പുഴ സുവേറി ഇവൻ അത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പായിരുന്നു ഈ പറയുന്നതിന്റെ ഒരു സുഹൃത്താണ്, എന്റെ ബാല്യകാല സുഹൃത്താണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ അമരമ്പലം പഞ്ചായത്തിൽ, അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയാവേ. ഇപ്പം നീ തന്നെ നിന്റെ സ്ഥലം പറഞ്ഞല്ലോ. നിന്റെ നാട്ടുകാർക്ക് നിനക്ക് പട്ടി വരെ ആണല്ലോ ഇവിടെ ഉള്ളത്. അങ്ങോട്ട് പാടം കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഒരുത്തൻ ഇവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വീട്ടുകാർക്ക് പോലും ചിലവോ കുടിയോ ഒന്നും കൊടുക്കുന്നില്ല, തന്നെ ഇഷ്ടം തോന്നി പോലെ നടക്കുന്നു, ഭാര്യയും മക്കളും അങ്ങോട്ടൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കുറേ സംസാരങ്ങളുണ്ടായിരുന്നു. ഇവനെക്കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാര്യ മക്കളും ഉണ്ടായി. ഞാൻ ആ ഒരു 1.5 വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത സമയം, എനിക്ക് ആ സമയത്ത് 40,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്തായിരുന്നു. പിന്നെ നമ്മൾ വേറെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പറയുന്നത് ഈ അടുത്ത സമയത്താണ് ഞാൻ ഇവൻ്റെ കുറച്ച് കാര്യം കാണുന്നത്. പിന്നെ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോണ്ട് ഞാൻ അത്ര ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇവനെ വളർത്താതിരിക്കുന്നേ നല്ലത്. ഇതുപോലുള്ള നാറികളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും ചീത്തയാവും. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. കാരണം സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് അല്ല കൊടുക്കുന്നത്. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഹിന്ദുവിനും മുസ്ലിമും ഒന്നുമില്ല. അവർക്ക് എല്ലാവരും ഒരുപോലെ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ. സ്നേഹം അത് മതി. നീ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ ഇവിടെ ആൺപിള്ളേരുണ്ട് മക്കളെ ചോദിക്കാൻ, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. അവിടെ അമരമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. റെയിൽവേ സ്റ്റേഷൻ റോഡിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന പ്രദേശങ്ങളാണ്. അത്തരത്തിൽ ഈ അമരമ്പലം പഞ്ചായത്തിൽ കവള മുക്കട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, അദ്ദേഹം ഞാനും ഒക്കെ. ഇനി മുതുകാടന്റെ ആരാണ്ട് ഇവന്റെ അമ്മൂമ്മയുടെ കെട്ടി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അൻസാരി അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉസ്താദ് അതൊന്ന് കേൾക്ക്. ഇവന്റെ സംസാരത്തിന് പുള്ളി കൊടുക്കുന്ന കുറച്ച് മറുപടികളുണ്ട്. ഈ രീതിയിൽ വരുമാനമുണ്ട്. അതാണ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം. ആ ഹലാൽ വരുമാനം ഒക്കെ എടുത്തുകൊണ്ട് വേണം കിതാബ് പഠിപ്പിക്കുന്ന, മതം പഠിപ്പിക്കുന്ന അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നമ്മളുടെ പൈസ വേണം. അതവർക്ക് ഹലാലാണ്, ഹറാമല്ല. ഇതൊക്കെയാണ് ഹലാലാണ്, ഹറാമാണ്. നീ എന്തിനാടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല. ഇക്ക പറയിക്ക, ഒരു മിനിറ്റ് ഇക്ക പറ, ഞാൻ മിണ്ടായിരിക്കും. ഈ മാസം ഞങ്ങളുടെ മദ്രസയിലെ ജബ്ബാർസ്ഥാന് ശമ്പളം കൊടുത്തില്ല. കാരണം നമ്മുടെ ക്ഷേത്രത്തിന്റെ വരുമാനം വരാത്തുണ്ടേ. അപ്പോൾ എന്താ വരുമാനം വരാത്തതെന്നൊക്കെ ആലോചിച്ചപ്പോൾ ഇതായിരുന്നു സംഭവം. അയോധ്യ ക്ഷേത്രത്തിലെ തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരിട്ടാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ട് ഞായറാഴ്ച നൽകും. പണാപഹരണം ഏറ്റവും അധികം നടന്നത് ഈ കഴിഞ്ഞ കുംഭമേള കാലത്ത് ആണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്നെ പൊന്നാര കൂട്ടപ്പാ, നിനക്ക് ഞങ്ങളെ കുറിച്ച് വല്ല അറിയാവാ? ഈ മോളെ കണ്ട സൂര്യ കരൾ പോയി. ഞാൻ ഒരു ദിവസം കൊണ്ട് 17 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് സമാഹരിച്ചു കൊടുത്തത്. ആ കുട്ടിക്ക് പൈസ അയച്ചു കൊടുത്തതിൽ 90% സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മുസൽമാന്മാരാണ്. ഞങ്ങളിത് കൊടുക്കൽ മാത്രമല്ല, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിഹിതം കൊടുത്തിട്ടാണ് കേരളത്തിൽ 10,000-ലധികം മദ്രസയുണ്ട്. മറ്റാർക്കെങ്കിലും അങ്ങനെ അവരുടെ ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണിക്കാൻ പറ്റുമോ? 83% കൊണ്ട് രാജ്യം വരെ ഭരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് എന്തെങ്കിലും ഒന്നും ഈ പറയപ്പെട്ട പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി അങ്ങനെ സംവിധാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംസ്കൃത ഭാഷ പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വ്യാപകമായ പ്രസ്ഥാനങ്ങൾ ഇവിടെ മുന്നിലുണ്ട്. ആയിരക്കണക്കിന് വരുന്ന വിശുദ്ധമായി മനഃപ്പാടമാക്കുന്ന സംവിധാനങ്ങൾ മാത്രം കേരളത്തിനകത്തും പുറത്തുമായിട്ടുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. മുസ്ലിമീങ്ങൾക്കുള്ള അത്ര സ്ഥാപനങ്ങളിലുണ്ട് ആത്മീയമായിട്ട് പഠിക്കാൻ ഇല്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇതിൻ്റെയൊക്കെ വേദന ആരഞ്ചത എതിർക്കുക ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അഞ്ചത്താ. അപ്പം നീയൊക്കെ കാലാകാലം വരെ ഇങ്ങനെ കരഞ്ഞും മെഴുകി ജീവിക്കത്തേ ഉള്ളൂ. മനസ്സിലായ? വാ നാറും. ഈ വർത്താനം കേട്ടെ ഇതിൻ്റെ വാ നാറുന്നുണ്ട്. എന്നാൽ ആദ്യം നല്ലത് പറയാൻ പഠിക്കുക.
നല്ലത് പ്രചരിപ്പിക്കാൻ പഠിക്കുക. ലോകാവസാനം വരെ നീയൊക്കെ ഇങ്ങനെ ഗതികെട്ട് പറഞ്ഞ് ഗതികെട്ട് ജീവിക്കുള്ളൂ. അങ്ങനെ തന്നെ നിന്റെയൊക്കെ ജീവിതം ഒടുങ്ങും. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ നല്ല അത്തറുവാണ്, നല്ല വസ്ത്രങ്ങൾ ധരിക്കും, നല്ല ചെരുപ്പ് ധരിക്കും, നല്ല ആഹാരം കഴിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരാളും ഞങ്ങളുടെ ശത്രുവല്ല, എല്ലാവരും മിത്രങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. നീ അങ്ങനെയല്ല. നീ രാവിലെ മുതൽ വായും തുറന്ന് ഇരിക്കുക, മദ്രസ അധ്യാപകർക്ക് ക്ഷേത്രം പൈസ കൊടുക്കുന്നു പറഞ്ഞു. എടാ മൊത്തം അടിച്ചോണ്ട് പോയടാ, തൂക്കുകെട്ടവരെ കൊണ്ടുപോയി. തൂക്കുകെട്ട അറിയാം, തൂക്കുകെട്ട വെള്ളിയിട അതുവരെ അടിച്ചോണ്ട് പോയി. പോയാ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജനം ടിവിക്ക് ഭീകരാക്രമണ ഭീഷണി. ഞാനൊരു കാര്യം പറയട്ടെ, ഇടയ്ക്ക് ഇപ്പം പിരിവ് ചോദിക്കുമായിരുന്നു. വീഡിയോയിലൊക്കെ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് ഇപ്പം പിരിവ് ചോദിക്കുമായിരുന്നു. വീഡിയോയുടെ തുടക്കം തന്നെ അവൻ ആ പിരിവിൻ്റെ കാര്യം സംസാരിക്കുമായിരുന്നു. ബാങ്ക് ഡീറ്റെയിൽ ഉൾപ്പെടെ ഈ പറയുന്ന VK ബൈജു കൊടുക്കുമായിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹിന്ദുക്കളുടെ പൈസ മേടിച്ചിട്ട് ഉള്ള കാര്യം തുറന്ന് പറയാം. ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഹിന്ദുക്കളോട് മാത്രമായിട്ട് ഇവൻ പൈസ ചോദിക്കുമായിരുന്നു. ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇഞ്ചക്ട് ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാരുടെ അടുത്ത് തന്നെ മതം വെച്ച് കുത്തി കൊടുക്കുകയാണ് ഈ നാറി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ കാലം മാറി സുഹൃത്തേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് മക്കളെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ 3G ആയിപ്പോയാനെ. നമ്മൾ ജനങ്ങൾ 3G ആയിപ്പോയില്ല. നിങ്ങൾ പറയുന്ന കൂട്ടൊന്നുമല്ല. ഇവിടെ ജാതി മതത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത പഹയന്മാർ വന്നിട്ടുണ്ട്. ഫുട്ബോളിനെ കുറിച്ച് പറയുന്നേക്കും ഒന്ന് കേക്ക്. രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്. ഫുട്ബോളിന്റെ ലീഗുകൾ ശക്തമായ രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷം 15 വർഷത്തിനപ്പുറത്തേക്ക് ഇസ്ലാമികവൽക്കരണം ശക്തമായില്ലേ? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ ചേച്ചിയുടെ ഊപ്പറളെ. ഞാൻ ഇനി നിങ്ങളോടൊക്കെ ഒരു സഹായം ചേർത്തന ചോദിക്കും. ഇപ്പോഴല്ല, ഈ ജനം ടിവിയിലെ അവതാരകർക്ക് വേണ്ടി 10 കൊല്ലം കൊണ്ട് ഉമ്മാരെല്ലാം മാറ്റി കൊടുക്കുക. തീർച്ചയാണ്. കാരണം അത്ര ടോക്സിക് അവസ്ഥയിലേക്ക് പോവാം. ഈ ജനം ടിവിയിൽ പരിപാടി നടത്താൻ പറയണം. നിങ്ങൾക്ക് ചിലപ്പോൾ 10-40,000 രൂപ മാസം ശമ്പളം കിട്ടുമായിരിക്കും. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ ഏതെങ്കിലും നഗരമധ്യത്തിൽ പോയി നിക്കർ കച്ചവടം നടത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസിക ആരോഗ്യം നിലനിൽക്കും. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ രാവും ഇസ്ലാമികവൽക്കരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങൾക്ക് എൻ്റെ പൊന്നു ബ്രോ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തിരിപ്പിച്ച് അങ്ങനെ കാശുണ്ടാക്കുന്ന ഒരു നാറിയാണ് ഇവനെ പോലുള്ളവന്മാരൊക്കെ. എല്ലായിടത്തും കാണുമല്ലോ. ഒരു വിവാഹത്തിൽ തന്നെ ഒരു 10,000 ആൾക്കാർ കാണും. ആ 1000 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പരസ്പരം എന്തെടുത്ത് അങ്ങിരുന്നങ്ങ് പറയും. ഒരുത്തൻ പറയുമ്പോൾ ഒരുത്തൻ കൈയടിക്കും, ഒരുത്തൻ പറയുമ്പോൾ ഒരുത്തൻ കൈയടിക്കും. ഇത് ഉണ്ടാക്കി എന്താ പറയുക, ഹരം കൊള്ളും അവന്മാർക്കൊക്കെ. ചിലർക്ക് ലഹരി എന്ന് പറയുന്ന പോലെ ഇവന്മാർക്ക് ഇതുപോലുള്ള വർഗീയത പറയുന്നതാണ് ഇവന്മാർക്കിത്. ഇത്ര വിവരം കിട്ടവന്മാരായിപ്പോയല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്. ഞാൻ ആലോചിച്ച് പോകുന്നൊരു കാര്യം. ഇതുപോലെ വൽക്കരണം നടത്താറില്ല. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളി കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ഒക്കെ ഇട്ടിട്ട് പല സംഗതികളും നമ്മൾ കൊണ്ടുവന്നല്ലോ. എന്നിട്ട് ജനമനസ്സിലതൊന്നും സ്വാധീനം ചെലുത്തുന്നില്ലല്ലോ. അപ്പൊ മുസ്ലിങ്ങൾ ഈ മേഖലകളെല്ലാം എന്താണ് ഈ പറയുന്നത്? വലിയ വേൾഡ് കപ്പുകളൊക്കെ മുസ്ലിങ്ങൾ ഇസ്ലാമികവൽക്കരിക്കുന്നു. അപ്പൊ ഇസ്ലാമികവൽക്കരിക്കപ്പെടും. അങ്ങനെയുള്ള സാധ്യതകൾ അത്തരം വൽക്കരണം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലേ? ഈ ഇസ്ലാം ഒരു മഹാസംഭവമായി മാറുകയാണല്ലോ. ഇവിടെയുള്ള സാധുക്കളായ നീയൊക്കെ കൊണ്ടുനടക്കുന്ന ആദർശങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും വേണ്ട. എന്തുകൊണ്ടാ ഈ വാതർന്ന വാങ്ങാറ്റോ? പ്രീമിയർ ലീഗ്, മുസ്ലിം ലീഗ് കളിക്കളത്തിൽ അബ്ദുറഹ്മാൻ കുട്ടി ഇറങ്ങി, ഉസ്മാൻ കുട്ടി ഇറങ്ങി, അബൂബക്കർ കുട്ടി ഇറങ്ങി. എന്തൊരവസ്ഥയാണ്! 24 മണിക്കൂർ ഈ ഒരു ചർച്ചയില്ലാതെ നിങ്ങൾ എന്തെങ്കിലും മനുഷ്യർക്ക് ഉപയുക്തമാകുന്ന നിലക്ക്, മനുഷ്യർക്ക് ചിന്താശേഷിയെ വളർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ അതിനകത്ത് പറയുന്ന കൊച്ചി ടിവിയിൽ. നിങ്ങൾ ഒരു സമൂഹത്തെ മുസ്ലിമീങ്ങളെ പിന്നാലെ തിരിച്ചുവിട്ട് മുസ്ലിം സമുദായം ചവിട്ടിക്കേറേണ്ട മുഴുവൻ പടികളും നിങ്ങൾ ശ്രദ്ധിക്കാതെ സാധ്യമാക്കുമ്പോൾ, അവരാകാശത്തോളം ഉയർന്ന് പൊന്തി നിൽക്കുമ്പോൾ, നിങ്ങൾ അന്ന് മുസൽമാന്റെ മുണ്ടിന്റെ കോലായി പിടിച്ച് പിന്നാലെ നടക്കും. നമ്മൾ ഈ അയലത്തുകാരൻ നന്നാകുന്നത് കണ്ട് കുശുമ്പ് പിടിക്കുമ്പോൾ നമ്മൾ അയലത്തുകാരൻ ശ്രദ്ധിക്കുന്നില്ല. അവന്റെ ഓരോ പടികൾ ചവിട്ടി കയറുമ്പോൾ നമ്മൾ അവനെ ഓർത്ത് വിലപിച്ചു കൊള്ളിക്കും. അവൻ വളരുകയും ചെയ്യും. നമ്മൾ ആ നിന്ന സ്ഥലത്തുനിന്ന് ഒരു പടി മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവില്ല. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അതേ സമയത്ത് ഇവിടുത്തെ സാധാരണക്കാരായ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെയൊക്കെ ജീവിത നിലവാരം കണ്ടില്ലേ? അവർ മുസ്ലിമീങ്ങളോടും ക്രൈസ്തവരോടും ഒക്കെ സഹവർത്തിത്വത്തോട്, സ്നേഹത്തോട്, പാരസ്പര്യത്തോട് എന്ത് മനോഹരമായിട്ടാണ് അവർ ജീവിക്കുന്നത്, എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പ്രവാസികളായ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളൊക്കെ വിളിക്കും. ഞാൻ പല വോയിസുകളും പങ്കുവച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ സന്തോഷം എത്ര വലുതാണെന്നറിയോ? നീയൊക്കെ ഒരു ദിവസമെങ്കിലും കക്കൂസിൽ 2 മിനിറ്റ് സമാധാനത്തെ ഫ്രീ മൈൻഡിൽ നിന്നിട്ടുണ്ടോ? ഇരിക്കാൻ പറ്റൂല. എവിടെ 40-45 മിനിറ്റ് വീഡിയോ ആയിരുന്നു ഒരു ദിവസം ഇരുന്ന് അവൻ ഇടുന്നത്. ഒരു വീഡിയോയ്ക്ക് 40-45 മിനിറ്റ്. എന്നിട്ട് ഇനി അടുത്ത് തപ്പിക്കൊണ്ട് വരും. എല്ലാം കൂടെ ഒരു 5-8 വീഡിയോ ഉള്ളൂ ഒരു ദിവസം.
സത്യമാണ്, ഇക്ക പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഇവന്മാർക്കൊന്നും അനങ്ങാൻ പോലും നേരമില്ല. എന്നിട്ട് വരുന്ന ഇങ്ങനെ ജാതി മതത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ വന്ന ആൾക്കാർ വെറുത്തിപ്പോൾ ഒരു ഓഡിയൻസും കയറാറുമില്ല ഇവൻ്റെയൊക്കെ ചാനലിലോട്ട്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കേസ് കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കേസ് കേട്ടാണ്. ഇപ്പം നമ്മുടെ കേരളം നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റൊക്കെ വന്നുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. നല്ല വെടിപ്പായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെയും കണ്ടില്ലേ വന്നിട്ട് കാണിക്കുന്ന ഓരോ രീതികളെ. എവിടെങ്കിലും ഒരിച്ചിരി ഭക്ഷണം മേടിച്ച് ആസ്വദിച്ച് കഴിഞ്ഞിട്ടുണ്ടാ ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ണാടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന്റെ പ്രഷറൊക്കെ എന്തുവാ, അവന്റെ കണ്ണാടി വെച്ച് അവനൊക്കെ എടാ അവന്റെ എന്തെങ്കിലും പിന്തുണയൊക്കെ പൊളിഞ്ഞു പോകും. അമ്മാതിരി പ്രശ്നം അവന്റെ. എടാ നീയൊക്കെ പോയിട്ട് സമാധാനം ഉറങ്ങണ. പിള്ളേര് 12 മണിക്ക് 1 മണിക്ക് കളിയൊക്കെ കണ്ടിട്ട് സമാധാനത്തെ അഴിച്ച് പൊളിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴും നീയൊക്കെ എന്തുവാ, ഇതേ ഫുട്ബോൾ വരെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. ഇനിയും വൽക്കരിക്കപ്പെടും, ഇനിയും വൽക്കരിക്കപ്പെടാനുണ്ട്. അങ്ങനെ ഇസ്ലാം ഇങ്ങനെ എല്ലാ സമൂഹത്തിലേക്കും എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരുന്ന ആ ഒരു ഭയം കാരണം നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നില്ലേ? ഇതിങ്ങനെ അതിൻ്റെ എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിടുന്നുണ്ട് ദേ കയറിപ്പോണേ ദേ കയറിപ്പോണേ ദേ കയറിപ്പോണേന്ന് കരയും. അതങ്ങ് കയറിപ്പോയിക്കൊണ്ടിരിക്കും. നമ്മളോ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യാനാണ്? ഓക്കെ അതായത് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് പുള്ളിയുടെ കൂടുതലും വിഷയങ്ങൾ നോക്കാൻ തുടങ്ങിയൊക്കെ. പുള്ളി കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരനെ. ഇനിയിപ്പോൾ പറയും ഡാനി ഇനി മറ്റേതാണ് മറിച്ചതെന്നൊക്കെ. എന്തായാലും കുഴപ്പമില്ല. ഡാനിന്ന് പേരുമുണ്ട്. അവന് ഹിന്ദു എന്ന് പറയുവാണെങ്കിൽ അവൻ പറയുന്ന പച്ചക്കള്ളമാണ്. ക്രിസ്ത്യൻസിൻ്റെ പേര് വിട്ടുകൊണ്ട് വന്ന് ഹിന്ദു എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇനി പുതിയ കഥകളൊക്കെ അടിച്ചിറക്കും. കാരണം ഇവറ്റകൾക്കൊക്കെ ഇതല്ലേ പണി. ശരി ചേട്ടൻ പറ, അടുത്ത കിഴങ്ങന്മാർ എല്ലാവരും നീറ്റടേ നുണന്നിരുന്നേ. ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാൻ ഒരു മനുഷ്യന് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിയാലേ റെഡി 148 പേർ കേരളത്തിൽ തലച്ചോറിന് ക്ഷതമേറ്റോ ഏതെങ്കിലും തരത്തിൽ ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ട് 148 പേരിൽ ഒരൊറ്റയാൾ മാത്രമാണ് ഒരു മുസ്ലിം. ഞാനിതിനകത്ത് മതം പറയും, കണക്ക് പറയുകയാണ്. ഡോക്ടർ ഗണപതി ലോകത്തോട് പറയുക. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ 25%-നും 30%-നും ഇടയ്ക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നില്ലേ? എന്റെ പൊന്നു മുസ്ലിമീങ്ങൾ, നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി മരിച്ചൂടെ? ഇതെന്ന് ആലോചിച്ചോ, ഈ നാട്ടിൽ എന്തൊരു വർഗീയത. 147 പേര് മരണപ്പെട്ടപ്പോൾ അതിനകത്ത് ഒരാൾ മാത്രമാണ് മുസ്ലിമീങ്ങൾ. ഈ നാടിന്റെ പോക്കത്ര ശരിയല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ബ്രെയിൻ ഡെത്ത് ബാധിച്ച് 147 പേര് മരണപ്പെടുമ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം. കുറെ ആളുകൾ സന്നദ്ധമായി മുന്നോട്ട് വരണം മരിക്കാൻ വേണ്ടി. ബ്രെയിൻ ഡെത്ത് ബാധിച്ച് മരിക്കാൻ വേണ്ടി കുറെ ആളുകൾ മുന്നോട്ട് വരണ്ടേ? ഈ നാടിന്റെ മതേതരത്തെ തകർന്നു പോകില്ലേ? നിങ്ങൾക്ക് എന്റെ ദൈവമേ, ചുമ്മാ അല്ല ഈ നാട്ടിലൊരു പച്ച പോലും പിടിക്കാത്തത്. സത്യസന്ധമായിട്ട് പറഞ്ഞാലാ. അയ്യോ, മരിക്കാൻ താല്പര്യമില്ലത്. 147 പേര് മരണപ്പെടുമ്പോ ഒരു മുസ്ലിം മാത്രം മരിച്ചാൽ മതിയാ? കുറച്ചുകൂടി മുന്നിട്ട് വരണോ? പിന്നെ സുനേട്ട പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നില്ല. ഓന് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു കാറ് കിടപ്പുണ്ടെങ്കിൽ ഇടക്കിടക്കുന്ന സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് തകരാറായി പോകും. ഉപയോഗമില്ലാത്ത ഏതൊരു സാധനവും കുറെ നാളെ കിടന്ന് തകരാറായി പോകും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബ്രെയിൻ ഡെത്ത് എല്ലാം ബാധിക്കുന്ന സാധനമാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് ഉപയോഗമുണ്ട്. ഓടി പിടിക്കാനൊന്നും അനുവദിക്കത്തില്ല. പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് ഉപയോഗമുണ്ട്. ഉപയോഗമില്ലാത്തവർക്കാണ് ഈ വേഗത്തിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത്. സുലേട്ട അടക്കമുള്ള ആളുകൾക്ക് പലപ്പോഴും കൂടി ഒന്നെടുത്ത് പുറത്ത് വെച്ച് വെള്ളം ഒഴിച്ച് സോപ്പൊക്കെ ഇടുന്ന കഴുകുക. ഇത് ഉപയോഗമില്ലാത്തതിന് കുഴപ്പമാണ്. ശരിയാ, ഉപയോഗിച്ചാവും. സുമേഷിനെ കൊണ്ട് കളിച്ചാൽ മതി. സുമേഷ് കളിക്കുക. ഇതുപോലെ കേട്ടവന്മാര്. ഇനി അടുത്തത് ശബ്ദം കേട്ട് ഞെട്ടിയിട്ടതാ. ഈ ജനം ടി വി മുസ്ലിങ്ങൾ വല്ലതും വിലക്ക് മേടിച്ച ഈ വാർത്ത ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ മലയാളി സാന്നിധ്യമായ തഹ്സിൻ മുഹമ്മദ് ജംഷിദിന്റെ കൂറ്റൻ കട്ടൌട്ടറുമായി പാത്രമംഗലം കൂട്ടായ്മ. ഖത്തർ താരമായ തഹ്സിൻ മുഹമ്മദിന്റെ 70 അടിയോളം ഉയരമുള്ള കട്ടൌട്ടർ സ്ഥാപിച്ചാണ് കാൽപന്ത് കളിയുടെ ആവശ്യം വാനോളം ഉയർത്തിക്കെട്ടിയിരിക്കുന്നത്. എന്റെ ജനതി ഇങ്ങനല്ല. എനിക്ക് ഇങ്ങനത്തെ ജനതീവിനെ കാണണ്ട. ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും. ഇങ്ങനത്തെ ഒരു ജനതീവി അല്ല എന്റെ ജനതീവി. രാവും പകലും വിദ്വേഷവും വെറുപ്പും പറയുന്ന ഈ ജനതീവിയിൽ നിന്ന് ഒരു മുസൽമാന്റെ പേര് പറഞ്ഞ് കട്ടൗട്ട് ഉയർത്തിയ അവരെ വാനോളം ഉയർത്തി പറയുന്ന ഈ ജനതീവി ഇനി ഞാൻ കാണത്തില്ല. എനിക്ക് വേണ്ട. ഒന്നിരിക്കെ ജനതീവിയുടെ അഗ്നി ഉറങ്ങിയ സമയത്ത് ഈ കുട്ടിയെ കാണാൻ തനിഷ്ടപ്രകാരം വായിച്ചായിരിക്കും. ഓളെ നാളെ ഇങ്ങനെ വായിക്കരുത്. ജനതീവിയുടെ പാറ്റേൺ ഇങ്ങനല്ല. ഒരു മലയാളി പയ്യനാണ് സത്യം പറഞ്ഞ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു കട്ടൗട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു, ഒന്ന് വെച്ചത് ഭാഗ്യം തന്നെയല്ലേ. ഇപ്പോൾ എല്ലാവരും ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ എന്നൊക്കെ എംബാപ്പെ എന്നൊക്കെ പറഞ്ഞു ഓടുകയൊക്കെ ചെയ്യുന്നെങ്കിലും നമ്മുടെ ഒരു മലയാളി അതിനകത്തുണ്ടല്ലോ. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അത് ജനൻ ടി വിക്ക് കൂടെ വന്നപ്പോൾ ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ വയ്യ. പച്ച വിരിച്ചു
ജനൻ ടി വിയിൽ ഇങ്ങനെ പച്ച പിരിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത പറയാം. എന്റെ ജനൻ ടി വി ഇങ്ങനല്ല, എനിക്കിത് ജീവിക്കണ്ട. സുമേഷേ ഇറക്കണ. അയ്യോ, ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടാ. ഞാൻ വി കെ ബൈജുവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇനി ഒരുപാട് സംസാരിക്കാൻ ഇരിപ്പുണ്ട്. പിന്നെ ഈ പറയുന്ന അൻസാരി ഈ ക്രോസ് ചെയ്തത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നതിനേക്കാളും നല്ല അത് വെച്ച് തരുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ടർ അടിക്കാൻ അറിയാം, നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാം. നമ്മുടെ നാട്ടിൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ആൾക്കാരെ അടുത്തൊക്കെ രക്ഷപ്പെടാൻ നോക്കുക. ഒന്നും കേൾക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഹിന്ദു മുസൽമാൻ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഒറ്റക്കെട്ട്, അത്രയായിട്ട് കരുതിയാൽ മാത്രം മതി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യുക. സബ് ചെയ്യാത്തവരെന്തായാലും തീർച്ചയായിട്ടും സബ് ചെയ്യണം. ബൈ, ലവ് യു.